ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ഗോവയിലെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ്. മുന്നേ ഉള്ള വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഗോവയിലെ ഒരു സ്പൈസ് ഗാർഡനിലാണ്. ഞങ്ങൾ സ്പൈസ് ഗാർഡനിൽ എത്തി ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് നിരക്ക് 400 രൂപയാണ്. ഇത് ഗാർഡനിലേക്കുള്ള എൻട്രി ഫീയും അവിടുത്തെ ഗൈഡഡ് ടൂർ പിന്നെ അൺലിമിറ്റഡ് ട്രഡീഷണൽ ഗോവൻ ബുഫേ ലഞ്ച് എന്നിവ ഉൾപ്പെടുന്നു. ഞങ്ങളുടെ മുകളിലൂടെ പൂക്കൾ എറിഞ്ഞാണ് അവർ ഞങ്ങളെ സ്വീകരിച്ചത്. പിന്നെ ഒരു വെൽക്കം ഡ്രിങ്കും തന്നു. നമ്മുടെ നാട്ടിലെ ചുക്ക് കാപ്പിയൊക്കെ പോലെ തോന്നി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിനെ സ്പൈസ് ടൂറിനായിട്ട് കൊണ്ടുപോയി. ഗൈഡ് അവിടെയുള്ള പ്രധാനപ്പെട്ട ചെടികളെ പറ്റിയൊക്കെ പറഞ്ഞു തന്നു. പിന്നെ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സ്പൈസസൊക്കെ നമുക്ക് ചെടികൾ തന്നെ നേരിട്ട് കാണുമ്പോൾ നല്ല സന്തോഷം തോന്നില്ലേ. അവിടെ ഒരുപാട് ചെടികളുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയത് ഈ കണ്ട ചെടികളെല്ലാം ഒട്ടുമിക്കതും നമ്മുടെ നാട്ടിൽ, അതായത് ഒരുപാട് വീടുകളിൽ, പഴയ വീടുകളിലൊക്കെ ഒത്തിരി കാണാൻ കിട്ടും. അപ്പോൾ അത്രയും പുതുമ ആക്ച്വലി എനിക്ക് തോന്നിയില്ല. എന്തായാലും അത് കൂടാതെ ഔഷധ ചെടികളും ഉണ്ടായിരുന്നു. ഗ്രാമ്പൂ, ജാതിക്ക, കറിവേപ്പില, കറുവപ്പട്ട, കുരുമുളക്, സ്റ്റാർ ചെടി, വാനില, ഇഞ്ചി, ഏലം, പിന്നെ വേല, മല്ലി, മഞ്ഞൾ എന്നിവയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള സ്പൈസസ് അവിടെ കണ്ടത്. പിന്നെ വാഴ, തെങ്ങ്, പൈനാപ്പിൾ, മാവ്, ചക്ക, പേരയ്ക്ക, പപ്പായ, സിട്രസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗോവയിലെ പ്രശസ്തമായ കശുവണ്ടി ഫെനി അവർ എങ്ങനെ ഉണ്ടാക്കുന്നു നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഈ ഫെനി എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ വാറ്റാണ്. പക്ഷേ ഇതവിടെ ഓർഗാനിക്കായിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ബാറ്ററി ഒന്നും ഇട്ട് വാറ്റുന്നതല്ല. അപ്പം എന്താ പറയുക, കാശുവിൻ്റെ പഴമില്ലേ, അതിൻ്റെ പുറന്തോട് ഉപയോഗിച്ചിട്ടാണ് ഈ ഫെനി ഉണ്ടാക്കിയിരിക്കുന്നത്. അത് പുളിപ്പിച്ച് വാറ്റിയെടുക്കൽ പ്രോസസ്സിലൂടെ വേപ്പറൈസ് ചെയ്യിപ്പിച്ച് കൊണ്ടുവരുന്നു. ഫെനിയിൽ നിശ്ചിത ശതമാനം ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ടെങ്കിലും അതിൽ ഓർഗാനിക് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, കെമിക്കൽസ് ഒന്നുമില്ല. പിന്നെ ഇതിനെ തമാശയായിട്ട് ഓർഗാനിക് എന്ന് വിളിക്കുമെങ്കിലും ഫെനി ആക്ച്വലി ഒരു ഓർഗാനിക് ഡ്രിങ്ക് ആണ്. ഇപ്പോൾ മറ്റ് ആൽക്കഹോളൊക്കെ പോലെ ഇത് നമുക്ക് രാവിലെ ഹാങ് ഓവർ തരില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ 2 കുപ്പി ഫെനിയൊക്കെ വാങ്ങിയിട്ടാണ് വന്നത് കേട്ടോ. ടൂറ് കഴിഞ്ഞ് അവിടുത്തെ ബുഫറ്റ് ലഞ്ചും കഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചത്. ബുഫറ്റ് ലഞ്ച് എന്ന് പറയുന്നത് തനി നാടൻ ഗോവൻ ഡിഷസ് ആയിരുന്നു. പിന്നെ പച്ചക്കറിയൊക്കെ അവിടെ തന്നെയാണ് ഉണ്ടായതെന്നും പറഞ്ഞു. ഫെനി ടേസ്റ്റ് ചെയ്യാനും തന്നു കേട്ടോ. നല്ല എരിയാണ് അത്. നമ്മുടെ തൊണ്ടയിൽ നിന്നിങ്ങനെ ഇറങ്ങുമ്പോൾ നല്ല എരിവ് ഫീൽ ചെയ്യും. നമുക്ക് പുകയുന്ന പോലെ തോന്നും തൊണ്ട. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ, ബൈ.